ഹയാത്തും മൗത്തൊക്കെ അവർക്ക് സമാണ്. അതാ മമ്പുറം തങ്ങളെ വഫാത്തിന് ശേഷം അവിടത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരിയുടെ ചരിത്രം മഹാനരായ ഉസ്താദ് അവറുകൾ പാങ്ങിൽ ഉസ്താദ് എഴുതി വെക്കുന്നുണ്ട്. വലിയ മുതലുള്ള ഒരു പെണ്ണാ. ആ പെണ്ണ് അവളുടെ വീട്ടിലേക്ക് പോയ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ അവരെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനെയും കൂടെ കൂട്ടി. എപ്പോഴും ജോലിക്കായിട്ട് കൂടെ ഉണ്ടാകുന്ന ആളാ. പക്ഷേ കുറച്ചങ്ങ് പോയപ്പോ ഇരുട്ടായി, കാട് മൂടിയൊരു സ്ഥലത്തെത്തിയപ്പോ ഈ കൂടെയുള്ള ജോലിക്കാരന്റെ സ്വഭാവം മാറി. അയാൾ പറഞ്ഞു, നിന്റെ ശരീരം എനിക്ക് വഴിപ്പെടുത്തി തരണം, ആരുമില്ല, ഇനി രക്ഷയില്ല, മുതലാളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കാണ് ആരോഗ്യം, ഇല്ലെങ്കിൽ കീഴ്പ്പെടുത്തും. വലിയ പ്രശ്നമായി. വിളിച്ചു ഖുതുബുസ്സമാൻ, വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് തെളിയിക്കുകയാണ്. ഇവനിങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി കൈ നീട്ടുമ്പോൾ വലിയൊരു സർപ്പം അങ്ങ് ചാടിയിട്ട് അവനെ കൊത്തുകയാണ്. ബോധം കെട്ടങ്ങ് വീണുപോയി അയാൾ. പക്ഷെ ഇപ്പെണ്ണിന് അതിലേറെ ബേജാറായി. നേരത്തെ ഓനുണ്ടായിരുന്നത്, ഇപ്പൊ പാമ്പും കൂടി വന്നല്ലോ. വീണ്ടും വിളിച്ചു, സയ്യിദ് അവറുകളെ, നിങ്ങളാണ് എന്റെ രക്ഷ. നോക്കുമ്പോൾ അതാ കുതിരപ്പുറത്തൊരാൾ ഇങ്ങനെ വരുന്നുണ്ട്. ആളറിയില്ല. മോളെ കയറിക്കോളൂ. കുതിരപ്പുറത്ത് കയറ്റുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഏൽപ്പിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് അവൾ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരുമോ? മറുപടി, ആരെയാണോ നീ വിളിച്ചത്, വിളിച്ച ആള് തന്നെയാണ് ഖുതുബുസ്സമാൻ മൗലദ്ദവീല സയ്യിദ് അലവിൽ മമ്പുറമി. വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവർ വല്ല നിലയിന്നും എന്നെ വിളിഫോർക്ക് വായിക്കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നമ്മൾ ഒരു തവണ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു തവണ കൂടി നമുക്കിതൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. ഇതിന് പിന്നില് ഈ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിക്കൊണ്ട് എന്താണ് ഇസ്ലാമിക വിശ്വാസം എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് പറയുന്നൊരു വീഡിയോ കൂടി ചേർക്കാനുണ്ട്. ഇവിടെ പറഞ്ഞത്, ഒരു പെണ്ണിന് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ മമ്പർത്തെ തങ്ങള് വിളിച്ചപ്പോ ആദ്യം ഒരു പാമ്പ് വന്നിട്ട് അക്രമിയെ കൊത്തി എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോ കേട്ടത്. എന്നാൽ ആദ്യം തന്നെ മമ്പർത്തെ തങ്ങൾക്ക് അവിടെ വന്നാ പോരായിരുന്നോ? മമ്പർത്തെ തങ്ങൾ വന്നില്ല. ആദ്യം പാമ്പിനെ വിട്ട് പിന്നീട് മമ്പർത്തെ തങ്ങൾ നേരിട്ട് അവിടെ ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. അതും കുതിരപ്പുറത്താണെന്നുള്ളതാണ്. ഈ കുതിരപ്പുറത്ത് ഈ സ്ത്രീനെയും കൊണ്ട് പോകുമ്പോ ഒരു സ്ത്രീയെ അങ്ങനെ മമ്പർത്തെ തങ്ങളെ പോലെ ഒരാള് ഒറ്റയ്ക്ക് അങ്ങനെ കുതിരമ ഇരുത്തി കൊണ്ട് പോകുമോ എന്നൊന്നും ചോദിക്കണ്ട. എന്തായാലും നമുക്കത് അങ്ങനെ ഇങ്ങോട്ട് മനസ്സിലാക്കാം. എന്റെ പൊന്നാരൻ നൗഷാദ് ഹസനിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടെയാണ് മറവ് ചെയ്യേണ്ടത്, എവിടെയാണ് ആ പുണ്യശരീരം ഖബറടക്കേണ്ടത് എന്നുള്ള ആ ഒരു ചർച്ച വന്നപ്പോ അവിടെ ഔലിയാക്കളായ സ്വഹാബത്തുണ്ടായിരുന്നു. അവര് റസൂലുള്ളാഹിനോട് ചോദിച്ചില്ല. ഇനി ചോദിച്ചില്ല എന്നുള്ളത് പോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ചെറുതായിട്ട് നെടം കണ്ടിട്ട് നോക്കിയിട്ടോ ഇന്ന ഭാഗത്ത് നിന്ന് പറഞ്ഞതുമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം പിന്നീട് മറവ് ചെയ്യുന്ന ആ സ്ഥലം അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടൊക്കെ പിന്നീട് സ്വഹാബത്തിൽ തന്നെ ഏകോപിച്ച അഭിപ്രായം വരികയും അത് സംഭവിക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് വഫാത്തായി കിടക്കുന്ന ആ സമയത്ത് അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്? ഒന്ന്. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി പോയതിനു ശേഷം ഇസ്ലാമിക ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നോ? അല്ലേ? ഖിലാഫത്തിന്റെ കാര്യത്തില്, അതിലും നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ ഖിലാഫത്തിൽ എന്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചുകൊണ്ട് ബന്ധനസ്ഥനാക്കിക്കൊണ്ട് എത്ര ദിവസമാണ് അക്രമികൾ പീഡിപ്പിച്ച് വധിച്ചു കളഞ്ഞത്. ഈ സമയത്തൊന്നും റസൂലുള്ള ഇടപെട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ ഇടപെടലുകളിലേക്ക് നിങ്ങൾ റസൂലുള്ളയെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരായ ഔലിയാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളെയും നിങ്ങൾ തിരികെ കയറ്റുന്ന എന്തിനാണ്? ഈ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസം തകർത്തുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്നത് എന്താണ്? നിങ്ങളുടെ സംഘടനാ പക്ഷപാതിത്വവും നിങ്ങളുടെ മേൽക്കോയ്മയും നിലനിർത്തുവാനും നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഈ കള്ള പ്രചരണം ഉണ്ടല്ലോ, ഇത് നമുക്ക് സമ്മതിച്ചു തരാൻ, അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ഈ രൂപത്തിൽ ഇത് പറയുന്നത്? ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സംബന്ധമായിട്ടുള്ള ആ സമയത്ത് നടന്ന കുറച്ച് കാര്യങ്ങള് ഹുസൈൻ സലഫി വിശദീകരിക്കുന്നുണ്ട്. മനസ്സിലാക്കുക. ഇത് പറയുന്നത് മുജാഹിദ് വിഭാഗത്തിലെ മൗലവിയാണ് എന്ന് കരുതിക്കൊണ്ട് കേൾക്കാതിരിക്കണ്ട. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമ്മൾ കേൾക്കണമല്ലോ. നമ്മള് എല്ലാവരും പറയുന്നത് കേൾക്കണം. നമ്മൾ മനസ്സിലാക്കിയ ദീന്, നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദീന് ആരാണ് പറയുന്നത്, അവര് പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ ഹുസൈൻ സലഫിയുടെ വീഡിയോയിലേക്ക്. വഫാത്തായതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുകയാണ്. ആ ശറഫാക്കപ്പെട്ട ശരീരം മണ്ണിലേക്ക് വെച്ചിട്ട് പോലുമില്ല. ആ സമയത്ത് പ്രഗത്ഭരായ സ്വഹാബിമാർക്കിടയിൽ ചില തർക്കങ്ങൾ. എന്താ തർക്കം? റസൂലുള്ളാഹിന്റെ ഈ പരിശുദ്ധമായ ബോഡി എവിടെയാണ് ഖബർ ഒരുക്കിയിട്ട് മറമാടേണ്ടത്? ചിലര് പറഞ്ഞു മക്കത്തേക്ക് കൊണ്ടുപോകണം, ചിലര് പറഞ്ഞു അല്ല ബഖീയിൽ തന്നെ ആയിക്കോട്ടെ. പല അഭിപ്രായങ്ങൾ വന്നപ്പോ അവർക്കിടയിൽ അവസാനം അവർ ഓർത്തെടുക്കുകയാണ് അള്ളാന്റെ റസൂലിന്റെ ഒരു വചനം. അപ്പോൾ അവരുടെ ചിന്തയിൽ വരുന്നു, അമ്പിയാക്കന്മാർ എവിടെയാണോ മരിച്ചു കിടന്നതെങ്കിൽ അവിടെയാവട്ടെ ഖബറുകളെന്ന്. തർക്കത്തിന് പരിഹാരമായി. നേരെ മറിച്ച് ആരെങ്കിലും ആ സമയത്ത് റസൂലുള്ളാഹിയുടെ അടുക്ക പോയിട്ട്, നബിയേ ഞങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചിലര് പറയണു മക്കത്ത് കൊണ്ടുപോകണം, ചിലര് പറയണു പല അഭിപ്രായം, എന്താ അഭിപ്രായം എന്ന് അള്ളാന്റെ റസൂൽ ഇങ്ങനെ കിടക്കുന്നോടത്തുനിന്ന് വർത്താനൊന്നും പറയണ്ട, ഒന്നിങ്ങനെയാണ് ചൂണ്ടിയിട്ട് ഇവിടെയെന്നോ അല്ലെങ്കിൽ വേണ്ടാന്നോ എന്തെങ്കിലും ഒരു വർത്താനം അള്ളാന്റെ റസൂൽ പറഞ്ഞോ? സഹാബിമാര് ചോദിച്ചോ എന്താ സഹാബത്തിന്റെ വിശ്വാസം? ആ സഹാബിമാരുടെ വിശ്വാസം എന്താ? അള്ളാന്റെ റസൂൽ ഇപ്പൊ വഫാത്തായിട്ടുണ്ട്, വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനോട് ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല. അതാ അവര് വിശ്വസിച്ചത്, അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ആലോചിക്ക്, ഖലീഫ ആരാവണം എന്ന തർക്കം വന്നു. ആരായിരിക്കണം രാഷ്ട്രത്തിന്റെ ആദ്യത്തെ ഖലീഫ? സഹാബിമാർ കൂലങ്കഷമായ ചർച്ചയിൽ ഒരു പന്തലുണ്ടാക്കി അതിൽ ഒരുമിച്ച് കൂടിയിട്ട് മുശാവറ യോഗം ചേർന്നു. പക്ഷേ അപ്പോഴും അവരുടെ ആരുടെയും മനസ്സിൽ വന്നില്ല, നമ്മൾ എന്തിനാ മുശാവറ ചെയ്തുകൊണ്ട് നേരം പോക്കുന്നത്? മുത്ത് മുസ്തഫയുടെ ശറഫാക്കപ്പെട്ട ശരീരം അവിടെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നമുക്കൊന്ന് ചോദിക്കാം, ഞങ്ങളിൽ ആരെയാണ് അങ്ങേക്ക് ഖലീഫയായി തൃപ്തിയുള്ളത്? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെയാണെങ്കിൽ റസൂലുള്ള കൈ ഒന്ന് ഇങ്ങനെ പൊക്കിയാ പോരെ? കൈ പൊക്കുന്നല്ലേ ഇവര് പറയണത്? ഇവര് പറയണത് എന്താണ്? റിഫായി ശൈഖ് മദീനത്തേക്ക് ഇങ്ങനെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ ഭാഗത്ത് നിന്നിട്ട് അഹ്മദുൽ കബീർ റിഫായി ഒരു പാട്ടുപാടി പോലും. എത്രയോ കാലം കഴിഞ്ഞിട്ടേ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, സഹാബത്തൊക്കെ കഴിഞ്ഞ് അഹ്മദുൽ കബീർ റിഫായി ഒരിക്കൽ റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ വേണ്ടി മദീനത്ത് പോയി. അങ്ങനെ ഖബറിന്റെ സമീപത്ത് വെച്ചിട്ട് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ تقبل الأرض عني وهي نائبتي فهذه نوبة الأشباح قد حضرت فامدد يديك لكي تحظى بها شفتي. ഓ നേതാവായ നബിയെ, എല്ലാ കൊല്ലവും ഞാൻ എന്റെ ആത്മാവിനെയാണ് നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞേക്കാറുള്ളത്. ഇക്കൊല്ലം ഞാൻ എന്റെ ബോഡിയോടുകൂടി ഇതാ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് കൈയൊന്ന് പുറത്തേക്കിട്ട് തരണം, ഞാനൊന്ന് മുത്തട്ടെ എന്ന് നബി തങ്ങളോട് പാട്ടുപാടി അങ്ങ് ആവശ്യപ്പെട്ടപ്പോ റസൂലുള്ള ഖബറിന്ന് കൈ അങ്ങ് പുറത്തേക്കിട്ട് കൊടുത്തു. അഹ്മദുൽ കബീർ റിഫായി ചുംബിച്ചു. വേറൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഖബർ പൊട്ടി പിളർന്നിട്ട് മുത്ത് മുസ്തഫ പുറത്തേക്കങ്ങ് വന്നിട്ട് മോനെ അഹ്മദുൽ കബീർ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തമിട്ടുകൊണ്ട് ഖബറിലേക്ക് അങ്ങ് ഊളിയിട്ട് പോയി എന്നും പ്രചരിപ്പിക്കുന്ന മലയാളത്തിൽ എഴുതി വിട്ടിട്ടുള്ള ഇവരുടെ കിസ്സക്കഥകൾ നമ്മുടെ കൈകളിൽ നിന്നും സുരക്ഷിതമായിട്ടുണ്ട്. ചിന്തിക്ക് സഹോദര, ആരായിരിക്കണം ഖലീഫ എന്ന തർക്കം വന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന സ്വഹാബത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം കിടത്തിയിട്ടുള്ള ഭാഗത്ത് പോയിട്ട് നബിയെ, അങ്ങയുടെ ശേഷം ഇനി ആരാണ് രാഷ്ട്രത്തിന്റെ ഖലീഫയെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കണേ എന്ന് ആവശ്യപ്പെടാതിരിക്കാൻ എന്തേ കാരണം? അവർക്കറിയാം മുത്ത് മുസ്തഫയോട് ഇപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല, അവിടുന്ന് വഫാത്തായി പോയി. ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ. നബിയോടല്ല കൊടുത്ത വഹിയാണ്, ഓ നബിയെ നിങ്ങളും മയ്യിത്താകും അവരും മയ്യിത്താകും. മരണം എന്ന് പറഞ്ഞാൽ
ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്. അത് സ്വഹാബത്തിനറിയാം. എന്നിട്ടാണോ ആ സഹാബിമാരുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടല്ലേ പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുന്നത്? അത് അബദ്ധമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ ഏതെങ്കിലും സ്വാധീനത്തിന്റെയോ അറിവില്ലായ്മയുടെയോ പേരിൽ എന്റെ ശ്രോതാക്കളാരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയട്ടെ, ഇത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും. ഇത് റസൂലുള്ള പഠിപ്പിച്ച പഠനങ്ങൾക്ക് വിരുദ്ധമാണ്. മുഅ്മിനായി മരിക്കാൻ കഴിയില്ല കേട്ടോ. നല്ലോണം ചിന്തിച്ചോളണം.